عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله. ആള് ദരിദ്രനെ പോലെ നടന്നു. നല്ല പൈസയുള്ള ആളാണ്, എന്നാൽ പിന്നെ ദരിദ്രനാളെ പോലെ നടക്കരുത്. പഠിക്കാത്ത, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത, ആലിമല്ലാത്ത ഒരാൾ ആലിമിൻ്റെ വേഷം കെട്ടി നടക്കരുത്. ആൾക്കാർ പഠിച്ചോളൂ ഇത് വലിയ അല്ലാമയാണെന്ന് വിചാരിച്ച് എന്നിട്ട് എൽമ ഒടിച്ചേക്കും, അയാൾ പഴപ്പിച്ചേക്കും. ആലിമായ ആൾ ആലിമിൻ്റെ കോലം കെട്ടി, ആലിമിൻ്റെ കോലം അല്ലാതെ നടക്കരുത്. ആലിമായ ആൾ ആലിമിൻ്റെ കോലത്ത് നടക്കുക, ആലിമല്ലാത്ത ആൾ ആ രീതിയിൽ. അള്ളാഹു നിഅമത്ത് ചെയ്ത ആൾ ആ നിഅമത്ത് കാണപ്പെടുന്ന രീതി. നിഅമത്തില്ലേ, അത്രയല്ലേ പറ്റുള്ളൂ, ആയിക്കോട്ടൊരു കുഴപ്പമില്ല. പക്ഷെ നിഅമത്ത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. അവിടെ പിന്നെ ദാരിദ്ര്യം വെച്ച് നടക്കരുത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മുഷിഞ്ഞ ഒരാൾ, വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ച ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നത്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഇങ്ങോട്ട് വരീന്ന് പറഞ്ഞു. പിന്നെ ഈ മുസല്ലന്റെ താഴെ 1000 ദിർഹമുണ്ട്, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. എന്തിനു ചോദിച്ചു? ഒന്നുമില്ല, നല്ല ഡ്രസ്സ് വാങ്ങിക്കോളി. അഹ്മദ് ഇബ്നു ഹംബൽ, അന ഗനിയ്യുൻ, ഞാൻ മുതലാളിയാണ്. അമാ സമഅത ഖൗല റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ കേട്ടിട്ടില്ല, ഇന്നല്ലാഹു യുഹിബ്ബു അൻ യറ അഥറ നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ നിഅമത്ത് അവന്റെ അടിമയുടെ ദേഹത്ത് കാണാൻ അല്ലാഹുക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. നീ അറിഞ്ഞിട്ടില്ലേ? നല്ല വസ്ത്രം പോയി ധരിക്ക്, ദാരിദ്ര്യം പിടിച്ച് നടക്കല്ല എന്ന് മുതലാളിയോട് ശാസിച്ചു മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല. പക്ഷെ എന്താ വിഷയം എന്നറിയോ? അത് കിട്ടണക്കുമ്പോൾ ഞാൻ തരക്കേടില്ലല്ലോ എന്ന് തോന്നരുത്. അതാ വിഷയം. നിങ്ങൾ നല്ല ബ്രാൻഡ് വസ്ത്രം ധരിച്ചോ, അതിനൊന്നും കുഴപ്പമില്ലല്ലോ. നല്ല വസ്ത്രം ധരിച്ചോളൂ, നല്ല ഭക്ഷണം കഴിച്ചോളൂ, നല്ല ചെരുപ്പ്, ഇതിനൊന്നും കുഴപ്പമില്ല. എന്ത് ചെയ്യരുത്? ഞാൻ ഇപ്പം തരക്കേടില്ലല്ലോ എന്ന് തോന്നരുത്. അതാണ് അസുഖം. ആ അസുഖം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അള്ളാഹു നബി തങ്ങൾ ചോദിച്ചു സ്വഹാബിയെ, നബിയെ ഇന്നി ലഉഹിബ്ബു, എനിക്കിഷ്ടമാണ് നബിയെ നല്ല വസ്ത്രമിടൽ, എനിക്കിഷ്ടമാണ് നബിയെ നല്ല ഭക്ഷണം, എനിക്കിഷ്ടമാണ് നല്ല ചെരുപ്പ്, ഇതൊക്കെ അഹങ്കാരമാണോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സ്വഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അത് അഹങ്കാരമല്ല. അള്ളാഹുവിന്റെ നിഅമത്ത് കാണപ്പെടുന്നത് ഇഷ്ടമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തെ കാറ്റിൽ പറത്തുകയും ധിക്കരിക്കുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യാതിരിക്കുന്നതും, അതാണ് അഹങ്കാരം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ശുക്ർ ചെയ്യുന്നവരാകുക. ശുക്ർ, അള്ളാഹുവിന് ചെയ്യുന്ന ശുക്ർ അങ്ങനെയാണ്. എല്ലാം നമ്മുടെ നിസ്കാരം ശുക്റാകണം. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിളിച്ചിരിക്കുക, അള്ളാഹ് എന്റെ റബ്ബിനെ വിളിച്ചിരിക്കുകയാണ്, വാങ്കാണാ വിളിച്ചത്, ഹയ്യ അലസ്വലാ, എല്ലാവരും ഇങ്ങോട്ട് വരീൻ, എല്ലാം പൂട്ടി വെച്ച് ഇങ്ങോട്ട് വാ എന്നെന്റെ റബ്ബിനെ വിളിച്ചല്ലോ, ഞാൻ പോകാൻ, അള്ളാഹുവിനെ വിളിച്ചല്ലോ, ആ ക്ഷണങ്ങനെ സ്വീകരിക്കാതിരിക്കുക, ആ നിസ്കാര ശുക്ർ. അല്ലാതെ നമ്മൾ ഏതായാലും ഇപ്പം എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകാതിരിക്കാൻ വയ്യല്ലോ. അല്ല, ചിലർക്ക് പോയി വിറക്കയത്ത് കിട്ടി, ചിലർക്ക് അരറക്കയത്ത് കിട്ടി, ചിലർക്ക് അത്തയ്യാത്ത്, ചിലർക്ക് സലാം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ജുമാക്ക് പോയിട്ട് ഓടി വന്നൊക്കെ, ജുമാ തീരാൻ നേരത്തെ ഓടി 4-5 ആളുണ്ട്, ഓടി വന്നിട്ട് ഒരു റക്കായത്ത് കിട്ടി. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പറയാം, പിന്നെ നമ്മൾ ആ ഓട്ടം ഓടിയിട്ടില്ലെങ്കിൽ നമുക്ക് നിസ്കാരം തന്നെ, നമുക്ക് ആ ഒരു റക്കായത്ത് കിട്ടൂലായിരുന്നു. ആദ്യം ഓട്ടം ഓടിയതുകൊണ്ട് നമുക്ക് റക്കായത്ത് കിട്ടിയത്. അപ്പോൾ ഒപ്പല്ല ആള്, പിന്നെ നമ്മൾ ഒതുർക്കാൻ നിന്നിക്കണമെങ്കിൽ അതും കിട്ടൂലായിരുന്നു കേട്ടോ. സുബ്ഹാനല്ലാഹ്, എന്താപ്പാ നിസ്കാരമൊക്കെ, ആർക്കാപ്പി നിസ്കരിക്കണത്? എന്ത് ശുക്ർ! അള്ളാഹുവിന് ശുക്ർ ചെയ്യാ. റബ്ബേ, നീ എനിക്ക് ഇന്നെ വിളിച്ചില്ലേ, ഹയ്യ അലസ്വലാ, പടച്ചോനെ നന്ദി ചെയ്യണേ, നീ എന്നെ വിളിച്ചില്ലേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ വരികയാണ് റബ്ബേ, നീ എനിക്കിതൊക്കെ ചെയ്തെന്നില്ലേ, നിന്റെ മുമ്പിൽ ഞാൻ കുറച്ച് സമയം ചെലവഴിക്കട്ടെ, ആ നേരം എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ പടച്ചോനെ, എനിക്ക് വേറെ ആരുമില്ല. അല്ലാഹു അക്ബർ, എൻ്റെ ദുന്യാവിനെ ബാക്കിലാക്കി നീയാണ് റബ്ബേ വലിയവനെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ നിസ്കാരം അപ്പൊ ശുക്റാണ്. അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുകയാണ്, അത് ശുക്ര. എൻ്റെ റബ്ബിന് ഞാൻ നന്ദി ചെയ്യല്ലേ. അപ്പം നമുക്ക് ഇബാദത്തിൽ ആനന്ദം വരും, നിസ്കാരത്തിൽ ആനന്ദം വരും, നമ്മുടെ ഇബാദത്തിൽ രസം തോന്നും. റബ്ബിന് വേണ്ടി സമയം കണ്ടെത്തുക, ധൃതി പിടിച്ച് ചെയ്യല്ല, അതിന് സമയം കണ്ടെത്തുക.
ഇബാദത്തിന് നിസ്കാരത്തിന് സമയമല്ല, ബാക്കിയൊക്കെ എന്ത് ബിസിയാ. പിന്നെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട നിസ്കാരം, അതിന് നേരല്ല, ബാക്കിയൊക്കെ തിരക്കിലാണ്. ഈ തിരക്കുകളൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കുക, അതിന് സമയം കണ്ടെത്തുക. അല്ലാഹു തആല നമ്മൾ ഷാക്കിരീൻ ശുക്ർ ചെയ്യുന്നവരാക്കി തിരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഞാൻ അവിടെ പറഞ്ഞത് നിഅമത്ത്, അല്ലാഹു തന്ന നിഅമത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. ഇത് ദുആ ചെയ്യണമെന്ന നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ ആരോഗ്യം ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ദുആയാണ്. തന്നത് എടുത്തു കൊണ്ടുപോലെ റബ്ബേ. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. പിന്നെ അല്ലാഹുവിനോട് സമ്പാദ്യം ചോദിക്കാൻ പറഞ്ഞ പഠിച്ചോനെ, ഹലാല് കൊണ്ട് സമ്പാദ്യം തരണേ റബ്ബേ, ഹലാലായ സമ്പാദ്യം തരണേ, തെറ്റിലേക്ക് പോകാതിരിക്കാൻ എന്നെ സഹായിക്കണേ. അതിനെ പറ്റിയൊരു ദുആ കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. അതാണ് ദുആ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, ഹലാൽ കൊണ്ട് എനിക്ക് ഐശ്വര്യം തരണേ റബ്ബേ, ഹറാമിലേക്ക് കൊണ്ടുപോകല്ലേ. പടച്ചോനെ, തെറ്റ് ചെയ്യാതെ നന്മ ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്നവരാക്കി തരണേ റബ്ബേ. നീ ഔദാര്യമായിട്ട് താ റബ്ബേ, മറ്റുള്ളവരോട് ഞാൻ ചോദിക്കുന്നൊരവസ്ഥ വരാതെ നീ തന്നെ എനിക്ക് താ. അതായത് വെള്ളൂർ അവിടെയുള്ളൊരു സഹോദരിയും സഹോദരനും മലേഷ്യയിലേക്ക് പോയി ഒരു ആക്സിഡൻ്റ് പെട്ടു, ഒരു ഹോസ്പിറ്റൽ കേസിലൊക്കെ ആയിരുന്നു. അത് ആരൊക്കെയോ വാട്സപ്പിലൊക്കെ ഇട്ടിട്ട് ആ പെണ്ണ് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്ത് വലിയ ഫിത്തിനായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്തു മരിക്കാത്തവരെ പേര് മരിച്ചെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അവസ്ഥ? പിന്നെ കാണുന്നവർ മുഴുവനും ഫോട്ടോ എടുത്ത് വിടുക. അപ്പം ഞാൻ കണ്ടില്ല, മലേഷ്യയിലെ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ പറയണം. ഇന്നലെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു വോയിസ് മെസ്സേജ് ഒരാൾ അയച്ചു, ദയവ് ചെയ്ത് ഈ വിഷയം പറയണം. ആൾക്കാർ എന്ത് ഈ ഒരു ആക്സിഡൻറ്റ് നടന്ന അങ്ങനെ പകർത്തി, ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റുന്നല്ലോ. വീഡിയോസ്, ആക്സിഡൻറ്റിൻ്റെ രീതിയിൽ മനുഷ്യനെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, വളരെ വൾഗറായിട്ടുള്ള വിഷയങ്ങളൊക്കെ, മനുഷ്യൻ്റെ മനസ്സ് പെടക്കണ ജാതി കാഴ്ച, ഇതൊന്നും ഫോട്ടോ എടുത്ത് വിടാൻ പാടില്ല. ദുആ ചെയ്യാൻ വേണ്ടി പറയാ. ഒരാൾ ആക്സിഡൻ്റായി ട്രെയിനിൻ്റെ ഉള്ളിൽ കുടുങ്ങി, എന്തായിരിക്കും മയ്യത്തിൻ്റെ അവസ്ഥ? അതൊക്കെ എടുത്തൊരുത്തർ ഫോട്ടോ വിടുക. നിങ്ങളുടെ സെറ്റിൽ അങ്ങനെ ഗ്രൂപ്പ് ഇമെയിൽ ചെയ്യാൻ പറ്റാനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർവേഡ് ചെയ്യാനോ സൗകര്യമുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ മനുഷ്യന്മാരുടെ കോലങ്ങളൊന്നും വിടരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തകൾ ഉണ്ടാക്കണ്ട. ആർക്കത് വേണ്ടത്? ദുആ ചെയ്യാൻ വേണ്ടി പറയാം. മനുഷ്യൻ്റെ ശരീരത്തിന് ഹുർമത്തില്ലേ, ആ ഹുർമത്ത് പാലിക്കണ്ടേ? വികൃതമായ രീതിയിൽ ആക്സിഡൻ്റൊക്കെ നടക്കുമ്പോൾ അങ്ങനെ മയ്യത്തിൻ്റെ ഫോട്ടോ ഒക്കെ മോർച്ചറിയിൽ നിന്ന് ഇവരെടുത്ത് വിടുക. അങ്ങനെയൊന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങോട്ട് വിടുകയാണ് ഫോട്ടോ വീഡിയോ. എനിക്ക് കിട്ടി, ഞാനാ എക്സ്ക്ലൂസീവ്. ആരൊക്കെ ഇവിടെ മത്സരം? മനുഷ്യന് ഇസ്സത്തില്ലേ? മനുഷ്യൻ്റെ ശരീരത്തിന് ഇസ്സത്തില്ലേ? ഒരാൾക്കൊരു അഭിമാനമില്ലേ? അപ്പോൾ ഈ പെണ്ണിൻ്റെ വിഷയം ഹോസ്പിറ്റലിൽ പോയവരൊക്കെ ഫോട്ടോ എടുത്ത് വിടാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല ദയവ് ചെയ്ത്. മരിക്കാത്തവരെ മരിച്ചു എന്ന് പറയാം, റോങ് മെസ്സേജുകൾ, റൂമറുകൾ സ്പ്രെഡ് ചെയ്യിക്കുക, അതൊക്കെ വളരെ വളരെ ഹീനസ് ആക്ട്സ്. വി ഷുഡ് നെവർ ഡു ഇറ്റ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. വെറുതെ എന്ത് ചെയ്യരുത്, ഫിത്ന ഫസാദ് വലിച്ചെടുക്കുക. അതൊക്കെ ഭയങ്കര കുറ്റകരമാണ്. ഇത് ഏത് വീഡിയോ ആകട്ടെ. ഇപ്പോൾ ഈ വാട്സപ്പൊക്കെ ഉള്ള കാലമായതുകൊണ്ട് എന്ത് വീഡിയോ അപകടപ്പെടുത്തുന്ന ഭയങ്കര ഭീകരമായ പല വീഡിയോസും വിടും. അതൊക്കെ കാണുന്ന മനുഷ്യൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. അതൊന്നും അങ്ങനെ ഫോർവേഡ് ചെയ്യാനുള്ളതല്ല. ആരെങ്കിലും ഇട്ട് വേഗം ഡിലീറ്റ് ചെയ്തോ, അതൊന്നും ഫോർവേഡ് ചെയ്യണ്ട. കാണുന്നവർ മുഴുവൻ അയച്ചു കൊടുക്കുക. അതിൽ പലതും മനുഷ്യരെ പച്ചക്ക് തലയെറുത്ത് കൊല്ലുന്നത് വരെ മനുഷ്യന്മാർക്ക് വീഡിയോ വരുന്നില്ലേ? ഇത് കാണാനും പാടില്ല, കൊടുക്കാനും പാടില്ല, ആർക്കും അയച്ചു കൊടുക്കാനും പാടില്ല. ചെയ്യുന്നത് വളരെ കുറ്റകരമാണ്. ആരത് വീഡിയോ എടുത്താലും പിന്നെ കുറ്റം ചെയ്യുന്നവർ, ആരൊക്കെ ഇത് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അവരൊക്കെ കുറ്റക്കാരാണ്. അങ്ങനെ ഭീകരമായ കാഴ്ചകൾ ഉണ്ടാവും. പല അഡ്വഞ്ചർ ലോകത്ത് നടക്കും. ഭീകരമായി പേടിപ്പെടുത്തുന്ന പല കാഴ്ചകളും. നമ്മുടെ ഡൽഹിയിൽ ആ കുട്ടി ആ വീണ് കിടന്ന ആ മൃഗത്തിൻ്റെ മുമ്പിൽ കിടന്ന സംഭവം വരെ, അതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അധമത്വമല്ലേ? ഒരു കുട്ടിക്ക് ജീവൻ രക്ഷിക്കേണ്ട സമയത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ വെച്ചിരിക്കുക മനുഷ്യന്മാർ. അതുകൊണ്ട് ഫോർവേഡ് ചെയ്യുക. എന്താണ് ആ ഭീകരമായ രംഗം? ഒരു മൃഗത്തിൻ്റെ മുമ്പിലേക്ക് ആർക്കാണത് കാണേണ്ടത്? അത് കേട്ടാൽ തന്നെ ഭീകരല്ലേ? ആർക്കാണത് കാണാനുള്ള ധൈര്യമുള്ളത്? ദുആ ചെയ്യേണ്ട വിഷയം, ദുആ ചെയ്യണം, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം എഴുതി വെക്ക്. ടൈപ്പ് ചെയ്യാൻ പറ്റൂല, നീ ഒന്നും ചെയ്യണ്ട. ഫോട്ടോകളും വീഡിയോകളും വിടരുത്. മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനസ്സ് പൊട്ടിക്കുന്ന സംഗതികൾ ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. എല്ലാവരും മനസ്സിലാക്കണം, ഇതൊക്കെ ദുരുപയോഗം ചെയ്യരുത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه അല്ലാഹുവേ പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ടവരാക്കി തരണേ റബ്ബേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാക്കണേ റബ്ബേ ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും നിനക്ക് പൊരുത്തുള്ളതാക്കി തരണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും റബ്ബേ ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കും റബ്ബേ ഞങ്ങളുടെ ഒരുപാട് സ്നേഹിതന്മാരുണ്ട് റബ്ബേ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധത്തിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും ഞങ്ങളെ സഹായിച്ചവരും സ്നേഹിച്ചവരും ഭക്ഷണം തന്നവരും എല്ലാത്തവരും ദാറുൽ പഠിക്കുന്ന സമയത്ത് ഓരോ ദീനി സ്ഥാപനത്തിനെ സഹായിച്ചവർ ഈ സെന്ററിനെ സഹായിച്ചവർ ഇവിടെ ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും തരണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഖൽബും ഹൃദയവും ഞങ്ങളുടെ ശരീരവും നന്നാക്കി തരണേ റബ്ബേ ഹൃദയത്തിലെ മോശമായ അസുഖങ്ങൾ നീക്കിത്തരണേ റബ്ബേ ശരീരത്തിന്റെ മോശപ്പെട്ട അസുഖങ്ങൾ നീക്കണേ റബ്ബേ മാരക രോഗം തന്ന ആരെയും പരീക്ഷിക്കല്ലേ റബ്ബേ ആർക്കെല്ലാം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ അവരെ ശുദ്ധിയാക്കി കളങ്കമായി സ്ഫടികമാക്കി തീർത്ത് അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ പടച്ചവനെ ഒരുപാട് കഷ്ടപ്പെടുന്ന രോഗത്തിൽ കടന്ന് മരിച്ചു പോയവരുടെ റബ്ബേ അവരെ നാളെ നിന്റെ ശിക്ഷ കൊടുക്കല്ലേ പടച്ചവനെ ദുനിയാവിൽ അനുഭവിച്ച വേദനയ്ക്ക് പകരം നീ അവർക്ക് എമ്പാടും ഓഫർത്ത് കൊടുക്കുക റബ്ബേ എമ്പാടും പുറത്തു കൊടുക്കുക റബ്ബേ സ്വർഗത്തിലെ സ്ഥാനം ഉയർത്തി കൊടുക്കണേ റബ്ബേ അള്ളാഹുവെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ് വായിച്ച രോഗികളും ഞങ്ങൾക്ക് ഓർമ്മയുള്ളതും മറന്നുപോയതുമായ ദുആ ചെയ്യാൻ പറഞ്ഞ ഓരോ വിഷയങ്ങളുടെയും ആ രോഗികൾക്ക് ശിഫയാണ് നിന്റെ വിധിയിലുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു കൊടുക്കണേ റബ്ബേ അതല്ല മറ്റൊന്നാണ് നിന്റെ ഖളാ എങ്കിൽ വിഷമിപ്പിക്കാത്ത അവസ്ഥയിൽ നീ അവരെ ഏറ്റെടുക്കണേ പടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കും റബ്ബേ ഞങ്ങളുടെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ കല്യാണപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ് റഹ്മാൻ റബ്ബേ ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞ എല്ലാ നന്മയും ഞങ്ങൾ ചോദിക്കുകയാണ് റബ്ബേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന റബ്ബേ അത് മാനസികവും ശാരീരികവും കുടുംബപരവും കച്ചവടത്തിലും ബിസിനസ്സിലും ജോലിയിലും അല്ലാതെയും യാത്ര സംബന്ധമായി എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ എല്ലാം നീക്കി തന്ന് സലാമത്ത് തരണേ റബ്ബേ അല്ലാഹു ഈ മജ്‌ലിസ് നിന്റെ വചനം പറയപ്പെടുന്ന സ്ഥലമാണ് റബ്ബേ നിന്റെ കലാമ് പറയപ്പെടുന്ന സ്ഥലമാണ് റബ്ബേ ഞങ്ങളോട് നീ പൊരുത്തുണ്ടാകണേ റബ്ബേ ഇവിടെ ചെയ്യുന്ന ദുആഇന് ഉത്തരം തരണേ റബ്ബേ അല്ലാഹുവിന്റെ കുടുംബത്തിലോ മക്കളിലോ ഭാര്യ സന്തതികളിലോ മാതാപിതാക്കളോ ആർക്കെല്ലാം രോഗമുണ്ടോ അതൊക്കെ ഈ നിമിഷം നീ ശിഫാഇനെ വിധിക്കണേ റബ്ബേ